എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തേങ്ങയില്ലാ ചട്നിയാണ്. എനിക്ക് ഈ ചട്നിയുടെ റെസിപ്പി ഒരു തമിഴ് ചാനലിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണ്. വീഡിയോ കണ്ടപ്പോൾ എളുപ്പമായതുകൊണ്ട് ഞാൻ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചട്നിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു തരി പോലും നാളികേരം ചേർക്കുന്നില്ല. നാളികേരം ചേർക്കാത്തത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ ഒരു ചട്നി തയ്യാറാക്കി എടുക്കുന്നതെന്ന്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കിന്ന് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ചട്നി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് ചേരുവകളൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 10 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ എരിവിനാവശ്യമായ 6 പച്ചമുളക് കൂടെ ചേർക്കാം. ഒരു സമയത്ത് നിങ്ങൾക്കിതിലേക്ക് വറ്റൽ മുളക് ചേർക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയും കൂടി എടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ്. ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. സവാളയും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. സവാള വഴറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിന്റെ കളറൊന്നും തന്നെ പോവാതെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടിക്കിട്ടിയാൽ മാത്രം മതിയാകും. 2 മിനിറ്റ് നേരം സവാള ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്തും നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയിട്ടാണ് വാടി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തണുത്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സവാളയുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നു കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. കൂടെ തന്നെ 2-3 കറിവേപ്പിലയും 1 കഷ്ണം ഇഞ്ചി കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 3/4 കപ്പോളം പൊട്ടുകടല കൂടെ ചേർക്കാം. ഈ ഒരു ചട്നിയുടെ പ്രത്യേകത നമ്മൾ ഇതിലേക്ക് നാളികേരം ഒട്ടും തന്നെ ചേർക്കുന്നില്ല. നമുക്കിതൊന്നുകൂടെ അരച്ചെടുത്തിട്ട് വരാം. ഇതേ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ ചമ്മന്തിയിലേക്ക് താളിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒന്നുകൂടെ അരച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ചട്നി ഇതുപോലെ ഒന്ന് നല്ല ക്രീമി ടെക്സ്ചറിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരച്ചെടുത്ത ചട്നി ഞാനൊരു ബൗളിലേക്കൊന്ന് മാറ്റുവാണ്. ഈ ഒരു സമയത്ത് നല്ല കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ട് ഇതിലേക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നല്ല കട്ടിയായിട്ട് തന്നെയാണ് ചട്നി ഇരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ചട്നി നല്ല കട്ടിയായിട്ടുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്കൊരു താളിപ്പ് കൂടെ ചേർക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നാളികേരം ഒരു തരി പോലും ചേർക്കാത്ത ചട്നി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ ചട്നി ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്കൊരു താളിപ്പ് കൂടെ ചേർക്കാം. താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഞാനിതിലേക്ക് വറ്റൽമുളക് ഒട്ടും തന്നെ ചേർക്കുന്നില്ല. വറവിപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നിയിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർക്കേണ്ടതും. താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും മൂടി തുറന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തേങ്ങയില്ലാ ചട്നി ഇവിടെ റെഡിയാണ്. എല്ലാ കൂട്ടുകാരോടും ഇത് ഉണ്ടാക്കി നോക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഒരു തമിഴ് ചാനലിൽ കണ്ടിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു തരി പോലും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ഒരു പരിപ്പിൻ്റെ ആ ഒരു കുത്തൽ ടേസ്റ്റ് നമ്മുടെ ചട്നിയെ ഒരു തരത്തിലും സ്വാദുള്ളതാക്കുന്നുമില്ല. ഇനിയിപ്പോൾ ഇതുപോലുള്ള പരിപ്പിൻ്റെ സ്വാദ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു ചട്നിയുടെ സ്വാദും ഇഷ്ടപ്പെടും. നാളികേരത്തിലേക്ക് കുറഞ്ഞ അളവിൽ പരിപ്പ് ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് നമുക്കത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ ഓടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.